ഒന്ന് ചൂടാവുന്ന സമയത്തിന് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരുന്നത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. സവാള ചേർത്താലും കുഴപ്പമില്ല. ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്തിന് ഇനി നമുക്ക് 2 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ കൂടുതൽ തേങ്ങ വേണ്ട. നമുക്കിതിലോട്ട് പിന്നെ ഉള്ളിയുടെ അളവൊക്കെ കൂടി നിന്നാൽ മതിയാകും. തേങ്ങ കുറച്ച് മതിയാകും. അപ്പോൾ ഞാൻ 2 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 6-7 വറ്റൽമുളക് എടുക്കുക. ഒന്നുകിൽ പിരിയമുളക് എടുക്കുക, അല്ലെങ്കിൽ സാധാ വറ്റൽമുളക് എടുക്കുക. ഞാൻ ഇപ്പോൾ പിരിയമുളക് കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടി ഇതെടുത്തിട്ടുണ്ട്. എരിവും ആവശ്യത്തിനൊരു എരിവ് മതിയാകും. ഒരു പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ചെറിയ രീതിയിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പുളി ചേർത്തിട്ടില്ല. നമുക്കിനി പുളി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന്